ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ഉണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മേക്കിംഗ് വീഡിയോയ്ക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 6 mm വരുന്ന ഏതെങ്കിലും ഒരു കളറ് ബീഡ്സ് എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ജ്വല്ലറി ചെയ്യാനായിട്ടുള്ള കുറച്ച് ബേസിക് മെറ്റീരിയൽസ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പെൻഡൻറ്റ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൻഡൻറ്റ് എടുക്കാം. അതുപോലെ തന്നെ ഒരു ലോബ്സ്റ്റർ ലോക്ക്, 2 ജം റിങ്സ്, അതുപോലെ തന്നെ 2 ക്രിം ബീഡ്സ്, അതായത് ക്രിം ബീഡ് ലോക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് ലോക്ക്, പിന്നെ 2 ക്രിം ബീഡ്സ് അഥവാ ഗിയർ ലോക്ക്. പിന്നെ നിങ്ങൾക്ക് ചെയിനിന് എക്സ്റ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ ചെയിൻ കൊടുക്കാം. മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗിയർ വയർ. ഓക്കെ, ഇതെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രിം ബീഡ് ലോക്ക് അഥവാ ബീഡ്സ് ലോക്ക് ഉണ്ടല്ലോ, ഈ ഒരു ബീഡ്സ് ലോക്കിന് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എവിടെ പോയത് അതെ ഈ ഒരു ഗിയർ ലോക്ക് ഉണ്ടല്ലോ, ഈ ഒരു ഗിയർ ലോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ഗിയർ ലോക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ലോക്ക് ചെയ്യാം. ഈ ഒരു ഗിയർ ലോക്കിനെ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരെണ്ണം കൊടുത്ത് നിങ്ങൾക്കത് ലോക്ക് ആവില്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 എണ്ണം കൊടുത്ത് ലോക്ക് ചെയ്യാം. ഓക്കെ, ഇതിനെ ഇതുപോലെ വെച്ച് ഒന്ന് വലിച്ച് നോക്കുക. എന്നിട്ട് എക്സ്ട്രാ ഈ ഒരു ഗിയർ വയർ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ. ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിനേക്കാളും കുറച്ച് ലെങ്ത്ത് കൂടുതൽ എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് കളർ ബീഡാണോ അത് നിങ്ങൾ കോർത്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത് വീട്ടമ്മമാരായിരിക്കും അല്ലേ. വീട്ടമ്മമാരോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോബിന് പോയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നവർ. അങ്ങനെയാണ് എൻ്റെ ഒരു വിചാരം. കാരണം നമുക്ക് ഓരോരുത്തരും മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ. പിന്നെ ഓരോ ജോബിന് നേഴ്സായിട്ടുള്ളവർ, ഫാർമസിസ്റ്റ് ആയിട്ടുള്ളവർ, ടീച്ചേഴ്സായിട്ടുള്ളവർ, അങ്ങനെയും ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പൈസ എന്ന് പറയുന്നത്. അതായത് പണം ഇല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. നമുക്ക് നല്ലൊരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്നിപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക്, വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള, പൈസ കുറവാണെന്ന് വിചാരിച്ച് നല്ലൊരു ജീവിതം ഇല്ല എന്നല്ല പറയുന്നത്. നമുക്ക് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും പൈസ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ആഡുകൾ വരും. നിങ്ങൾ +2 കംപ്ലീറ്റ് ആക്കിയ വീട്ടമ്മയാണോ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണോ, ഒരു മൊബൈൽ ഫോണും ഒരു വാട്സപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം നേടാം, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ. നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇൻസ്റ്റഗ്രാം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരുപാട് ആഡുകൾ ഉണ്ടാവും അതിനകത്ത്. ഒരുപാട് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ്, ഇതുപോലെയുള്ള ഒരുപാട് ഓൺലൈൻ, ഞാൻ ഇന്ന ആളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല കാരണം അത്ര പറയാൻ മാത്രം വലിയ ആളൊന്നുമല്ല ഞാൻ. ഒരുപാട് ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞാൽ ആരാധുള്ളത് ഇപ്പോൾ നമുക്കറിയാമായിരിക്കും. നമ്മളിപ്പോൾ വലിയ വലിയ യൂട്യൂബ് ചാനൽസൊക്കെ കാണുന്നവർ തന്നെ ആയിരിക്കും. മിക്കവാറും എല്ലാ വീട്ടമ്മമാരും അങ്ങനെ കാണുന്നവർ തന്നെ ആയിരിക്കും. അവർ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നവരുമായിരിക്കും. അവർക്ക് എങ്ങനെയാണെന്ന് പറയും. ഞാൻ ഒരാളെയും കുറ്റം പറയല്ല. നമുക്ക് പ്രൊമോഷനാണ്. അതായത് ഇത്ര പൈസ കൊടുത്തിട്ട് അവർ ഒരു റീല് അതല്ലാന്നുണ്ടെങ്കിൽ അത് പലരും തുറന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അതായത് ഇപ്പോൾ ഒരു കമ്പനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഫേംസ് അവരെ കോൺടാക്റ്റ് ചെയ്യുക, ഞങ്ങൾ ഇത്ര പൈസ തരാം, നിങ്ങൾ ഈ ഒരു ആഡ് ഞങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറയുമ്പോൾ അവരത് ഓക്കെ പറയും. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസ് ക്രീമുകൾ വെച്ചിട്ട് ഒരുപാട് പേര് മുഖം വെളുക്കുമെന്ന് പറഞ്ഞിട്ട് പരസ്യം, അത് അലർജിയും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാട് പേരിൽ ഉണ്ടാക്കിയ സമയത്തും ഈ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ഫ്രണ്ട് ആപ്പ്, അതുപോലെ തന്നെ ഗെയിമിംഗ് ആപ്പുകൾ, പിന്നെ നമ്മുടെ
എന്താ പറയുക, പണ്ടത്തെ ഈ ഒരു ചൂതാട്ടം പോലെയുള്ള മണി ചെയിൻ പോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എത്രയോ വലിയ വലിയ ഇൻഫ്ലുവൻസർമാർ എന്നെ അടക്കം കോൺടാക്ട് ചെയ്ത്, എന്നെ അടക്കം കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ള അവരെനിക്കിങ്ങനെ ഫോർവേഡ് ചെയ്ത് തരും. എനിക്കങ്ങനെ ഒരുപാട് വരാറുണ്ട്. അതായത് ഇതിൽ ജോയിൻ ചെയ്യുമോ, ഞങ്ങളതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇത്ര രൂപ കൊടുത്ത് 120 രൂപ, 50 രൂപ, 100 രൂപ അങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തരെ അതിൽ ചേർക്കുമ്പോൾ, പണ്ടത്തെ മണി ചെയിൻ പരിപാടി ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു 90s ഉള്ളവർക്ക് അറിയാമായിരിക്കും പണ്ടത്തെ മണി ചെയിൻ എന്തായിരുന്നു എന്നുള്ളത്. ആ ഒരു പരിപാടി തന്നെയാണ് ഇപ്പോൾ കുറച്ച് എന്താ പറയുക മോഡിഫൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, വീട്ടമ്മമാരാണ് നിങ്ങൾക്കൊരു വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൽ പോയി ചാടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്ക് കാണുമ്പോൾ ഞാനും അങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. അതായത് വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ അധ്വാനിക്കാതെ നമുക്ക് ഒരാളും പൈസ തരില്ല. അങ്ങനെ തരുന്നുണ്ട്, ജസ്റ്റ് ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചതി ഉണ്ടാവും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചിലർ ഈ ഒരു മണി ചെയിൻ പോലെ, എൻ്റെ പരിചയത്തിലുള്ള കുറേ പേരുടെ പൈസ പോയിട്ടുണ്ട്. ഈ മണി ചെയിൻ പോലെയുള്ളതിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ചേരും, നമ്മൾ കുറച്ച് പേരെ ചേർന്ന് നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. അങ്ങനെ ലാഭം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പരിചയമുള്ളവരൊക്കെ കൊണ്ട് ചേർത്തും ഇവരെല്ലാവരും പൈസ അതിന് അടയ്ക്കും. അങ്ങനെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ, ലാസ്റ്റ് ഈ അടച്ച് നമ്മൾ വിശ്വസിച്ച് ചേർന്നവരുടെ പൈസ മൊത്തം പോകും. ഇത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ പറയുന്നതുകൊണ്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് പലരും പല മെസ്സേജുകളും ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് സ്റ്റാറ്റസ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് ഷെയർ ചെയ്താൽ മതി, നിങ്ങൾക്ക് പൈസ കിട്ടും. അതായത് ഒരു ദിവസം അത് എന്തൊക്കെയോ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും, അതൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ടല്ല, ഞാൻ ജോയിൻ ആയിട്ടുമില്ല ഇതുവരെ. അതായത് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് അതിൻ്റെ മാർജിൻ എടുക്കുക. അതായത് ഒരു സർട്ടിഫിക്കറ്റും കാര്യവും ഇല്ലാത്ത പ്രൊഡക്റ്റുണ്ട്, ഫേസ് ക്രീമുകളും ഫുഡ് ഐറ്റംസും, ഇതെല്ലാം റീസെയിൽ ചെയ്തിട്ട് പൈസ കിട്ടും. അതിലൊന്നും ദയവ് ഇത് പോയി ചാടാതിരിക്കുക കേട്ടോ. മെയിനായിട്ട് ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ളൊരു കാരണം അതാണ്. നിങ്ങൾ നമ്മുടെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സും കുറച്ച് പേരുണ്ടാവും. നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നിങ്ങളൊന്ന് അതിൽ പോയിട്ട് ചാടാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബീഡ്സ് നമുക്ക് വേണ്ട അളവിന് കോർത്തെടുക്കാം. നമുക്കിത് വേണ്ട അളവിന് ഈ ഒരു ബീഡ്സ് ഇതുപോലെ കോർത്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു ക്രിം ബീഡ് വെച്ചിട്ടാണ് ഇതിന് ലോക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ബീഡ്സ് ലോക്ക്, അത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗിയർ ലോക്ക് ഇതുപോലെ ആഡ് ചെയ്യുക. നല്ല ടൈറ്റായി പിടിച്ചതിന് ശേഷം ഇത് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ ഒരു ലോക്കായിട്ട് ഇരിക്കുകയുള്ളൂ. കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടോ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗിയർ വയറിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. ഇതിനകത്തോട്ട് 2 ജം റിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഒരു സൈഡിൽ നമ്മൾ ജം റിങ്ങും ഒരു ലോക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജം റിങ്ങും ലോബ്സ്റ്റർ ലോക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു സൈഡിൽ ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം ഈ ജം റിങ്സ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടുത്ത സൈഡിൽ എന്ത് ചെയ്യുക, ഇതുപോലെ എക്സ്റ്റൻഷൻ ചെയിൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ എടുത്തതിന് ശേഷം കൊടുക്കുക. എത്രമാത്രം ചെയിനിന് വേണം, ആ ഒരു ചെയിനിന് ലെങ്ത്ത് ഇത്രത്തോളമൊന്നും വേണ്ട കേട്ടോ, ആവശ്യാനുസരണം കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുണ്ടോ, ഇതുപോലെ വരും. നമ്മുടെ ബട്ടർഫ്ലൈയുടെ പെൻഡൻ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ ഒരു ലോബ്സ്റ്റർ ലോക്ക്, ഈ ജം റിങ് എടുക്കുക, ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ മിഡിൽ പോർഷൻ എവിടെ നോക്കുക കേട്ടോ. ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ജ്വല്ലറി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 കളർ പെൻഡൻ്റൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഒന്നുമില്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബീഡ്സിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.